മുംബൈ ഭീകരാക്രമണത്തിന്റെ മുറിവുണങ്ങും മുൻപ് പാകിസ്ഥാന് കോടിക്കണക്കിന് രൂപയുടെ ധനസഹായം നൽകിയ UPA സർക്കാരിന്റെ നടപടി വീണ്ടും ചർച്ചയാകുന്നു. $25 മില്യൺ വെള്ളപ്പൊക്ക ദുരിതാശ്വാസമാണ് നൽകിയത്. 174 പേർ മരിക്കുകയും 300ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഭീകരാക്രമണം നടന്ന് 2 വർഷത്തിന് ശേഷമാണ് ഈ ധനസഹായം നൽകിയിരിക്കുന്നത്. അന്ന് അജ്മൽ കസബിനെ തൂക്കിലേറ്റിയിട്ടില്ല. പാകിസ്ഥാന്റെ പങ്കു പകൽ പോലെ വ്യക്തമായിട്ടും പാകിസ്ഥാനെ സഹായിച്ച കോൺഗ്രസ് സർക്കാരിന്റെ നടപടി ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ്. നന്ദഗോപൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നന്ദൻ, ഈ ഒരു ഘട്ടത്തിൽ ഏറെ ചർച്ചയായി വരുന്നത് മുംബൈ ഭീകരാക്രമണത്തിന് മുറിവുണങ്ങും മുൻപേ പാകിസ്ഥാന് കോടിക്കണക്കിന് രൂപ UPA സർക്കാർ ധനസഹായം നൽകിയ റിപ്പോർട്ടുകളാണ്. മാത്രവുമല്ല, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചില കോൺഗ്രസ് നേതാക്കളുടെ പരാമർശം വലിയ വിവാദമായിരുന്നു. കാരണം ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് ഒന്നും നടന്നിട്ടില്ല, അല്ലെങ്കിൽ അത് ഉപയോഗമുണ്ടായിരുന്നില്ല എന്നിങ്ങനെ രാജ്യത്തെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള ചില പ്രസ്താവനകളിലേക്ക് കൂടി ചില കോൺഗ്രസ് നേതാക്കൾ കടക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ UPA സർക്കാരിന്റെ ഈ നടപടി വീണ്ടും ചർച്ചയാകുന്നത്. ദേവിക, മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനെ പോലുള്ള ധീര ജവാന്മാർ, അതേപോലെ തന്നെ മുംബൈ ഭീകരാക്രമണത്തിന് ഇരയായ നൂറുകണക്കിന് പേർ, ഇവരുടെ ചിതകളിലെ തീ അണയും മുമ്പാണ് ഭാരതം ഇത്തരം നടപടിയെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. 2010 ഓഗസ്റ്റിൽ അവിടെ പാകിസ്ഥാനിൽ നടന്ന ഒരു പ്രളയം, ആ പ്രളയത്തിൽ ധനസഹായം നൽകിയത് $25 മില്യൺ. ആ 25 ആദ്യഘട്ടത്തിൽ $5 മില്യൺ നൽകുവാൻ വേണ്ടി തീരുമാനിച്ചു. പിന്നീട് അവിടുത്തെ സ്ഥിതി ഗുരുതരമെന്ന് കണക്കിലെടുത്തുകൊണ്ട് $20 മില്യൺ കൂടി നൽകുവാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ മൊത്തം $25 മില്യൺ ഭാരതം പാകിസ്ഥാന് ധനസഹായം നൽകിയത്. അന്നത്തെ വിദേശകാര്യമന്ത്രി SM കൃഷ്ണ പാർലമെൻറ്റിൽ സുവോമോട്ടോ പ്രകാരം പ്രത്യേക പ്രസ്താവന നടത്തിയത് ഇപ്പോഴും ശ്രദ്ധേയമാണ്. വലിയ വികാരാധീതനായാണ് അദ്ദേഹം ഈ സുവോമോട്ടോ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക പ്രസ്താവന നടത്തിയത്. അതിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് 1600-ലധികം ആൾക്കാർ മരണപ്പെട്ടു. വലിയ രീതിയിൽ ഈ പാകിസ്ഥാനിലെ ഈ വെള്ളപ്പൊക്കം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ദുരിതം ബാധിച്ചു എന്നുള്ളതാണ് പ്രധാനമായും ഇന്ത്യയുടെ പാർലമെൻറ്റിൽ വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നത്. അങ്ങനെ ഇത്തരമൊരു സ്ഥിതി ഗുരുതരമാണെന്ന് കണക്കിലെടുത്തുകൊണ്ടാണ് അവിടെ കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ അതിനുവേണ്ടി $20 മില്യൺ കൂടി നൽകുവാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ മൊത്തം $25 മില്യൺ ഭാരതം 2010 പാകിസ്ഥാന് ധനസഹായമായി, പ്രത്യേക ധനസഹായമായി ഈ പ്രളയത്തിൻ്റെ മറവിൽ നൽകിയത് എന്നുള്ളതാണ് പ്രധാനമായും ഇവിടെ ഉയരുന്ന ചോദ്യം. അന്ന് SM കൃഷ്ണ പാർലമെൻറ്റിൽ നടത്തിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി അന്ന് ഈ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയുമായി ഇതുമായി ബന്ധപ്പെട്ട് ഫോണിൽ സംഭാഷണം നടത്തി. അങ്ങനെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് നൽകുവാൻ വേണ്ടി നിർദ്ദേശം അല്ലെങ്കിൽ തീരുമാനമെടുത്തത് എന്നുള്ളതാണ് പ്രധാനമായും വിദേശകാര്യമന്ത്രി അന്ന് SM കൃഷ്ണ പാർലമെൻറ്റിൽ വ്യക്തമാക്കിയത്. സ്വാഭാവികമായും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് എവിടെ നിന്നാണ് നിർദ്ദേശം വന്നത് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. നമുക്കറിയാം, അന്നു മുതൽ തന്നെ പ്രധാനമായും ഉയരുന്ന ഒരു ആരോപണമാണ് ഈ സോണിയയുടെ കയ്യിലെ പാവയാണ് പ്രധാനമന്ത്രി എന്നുള്ളത്. സ്വാഭാവികമായും ഇത്തരം ഈ സോണിയ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നുമുള്ള ശക്തമായ നിർദ്ദേശം, അല്ലെങ്കിൽ പാകിസ്ഥാനോടുള്ള ഇപ്പോഴും തുടരുന്ന പ്രീണന നയം അന്നും വലിയ രീതിയിൽ വർദ്ധിച്ചു നിന്നിരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു അന്ന് പാകിസ്ഥാനിൽ ഈ പ്രളയമുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഈ ധനസഹായം നൽകുവാൻ വേണ്ടിയുള്ള തീരുമാനം അന്നത്തെ ഭാരത സർക്കാർ, അന്നത്തെ കോൺഗ്രസ് സർക്കാർ, UPA സർക്കാർ എടുത്തത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഏതായാലും ഇപ്പോഴും അതേ പ്രീണന നയം ഒരു കോണിൽ കൂടി തുടരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും ഭാരതത്തിൻ്റെ സൈനിക വിഭാഗങ്ങൾ ബാലക്കോട്ടിലടക്കം നടത്തിയ പ്രത്യാക്രമണത്തെ അതിന് തെളിവ് ചോദിച്ച് ഭാരതത്തിൻ്റെ സൈനിക ശക്തിയെ ഇകഴ്ത്താൻ ശ്രമിച്ച് കോൺഗ്രസ് ഇപ്പോഴും ഈ ഓപ്പറേഷൻ സിന്ധൂറിലും ആ നടപടികൾ തുടർന്നു എന്നുള്ളതാണ്. മല്ലികാർജ്ജുന ഖാർഗെ മുതൽ തുടങ്ങി നിരവധി നേതാക്കൾ, ഏറ്റവും ഒടുവിലായി ജമ്മു കാശ്മീരിലെ ഒരു MLA വരെ ഇതൊരു സാധാരണ ഓപ്പറേഷൻ സിന്ധൂർ ഒരു സാധാരണ നിലയിലാണ് എന്ന തരത്തിൽ അവമതിപ്പുണ്ടാക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതിനെ ഇകഴ്ത്തിക്കാട്ടുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, അല്ലെങ്കിൽ സൈന്യത്തെയും ഭാരതത്തിൻ്റെ ഇത്തരം തീരുമാനങ്ങളെയും ഒക്കെ ഇകഴ്ത്തിക്കാട്ടുവാനുള്ള തീരുമാനം UPയുടെ ഭാഗത്തുണ്ടായിരുന്നു. അതായത് കാലാകാലങ്ങളായി UPയും കോൺഗ്രസും ഇത്തരം പ്രീണന രാഷ്ട്രീയം പാകിസ്ഥാനോട് തുടരുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ അന്നും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദേവിക, ശരി.